afternoon ആയിട്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ഡിയേഴ്സ്. നല്ലൊരു സൺഡേ ആഫ്റ്റർനൂൺ ആയിട്ട് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ യു പീപ്പിൾ ആർ റിയലി സീരിയസ് ഇൻ നോയിങ് അബൌട്ട് പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് നോയിങ് ടു സ്റ്റഡി അബൌട്ട് പബ്ലിക് സ്പീക്കിംഗ്. ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖല്ലേ? മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല? നൈസ്. അപ്പൊ നമുക്ക് സ്ട്രേറ്റ് നമ്മുടെ സെഷനിലേക്ക് കിടക്കാം കേട്ടോ. നമ്മൾ ഇന്ന് പബ്ലിക് സ്പീക്കിംഗ് വർക്ക്ഷോപ്പ് ആണ് നടത്തുന്നത്. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ചെറിയൊരു പണി നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ വന്നാൽ അത്രയും നന്നായിരിക്കും. ആർക്കൊക്കെ വീഡിയോയിൽ വരാൻ പറ്റും? വീഡിയോയിൽ വരാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ഇറ്റ് ഇസ് റിയലി ഗുഡ്. കാരണം നമുക്ക് കുറച്ച് പണികളൊക്കെ ചെയ്ത് നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ചെയ്യുകയും കൂടിയും ചെയ്യാം. പറ്റുന്നവരൊക്കെ വീഡിയോയിലേക്ക് വാട്ടോ. ഐ നോ ഇറ്റ് ഇസ് ആഫ്റ്റർനൂൺ, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു സൈഡായി നിൽക്കുകയാണ്. എന്നാലും നമുക്ക് നമ്മളുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഒന്ന് ഡെവലപ്പ് ചെയ്യണ്ടേ? അതുകൊണ്ടല്ലേ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പറ്റുമെങ്കിൽ വീഡിയോയിൽ വരാം. ഓക്കെ, ടു സ്റ്റാർട്ട്. ബ്രെയിൻ ജിം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ യെസ് ഒന്ന് ടൈപ്പ് ചെയ്തേ. നോക്കട്ടെ എത്ര പേർക്ക് ബ്രെയിൻ ജിം എന്താണെന്ന് അറിയാമോ? ബ്രെയിൻ ജിം എന്താണെന്നറിയോ? കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? അറിയോ? യെസ് ഓർ നോ? നോ എങ്കിൽ നോ. ആരുമില്ലേ? ഞാൻ നോ എന്ന് വിചാരിക്കുന്നു. ഫൈൻ. അപ്പൊ ബ്രെയിൻ ജിം എന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഉള്ള കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ. ഇത് ആക്ച്വലി എന്താന്ന് പറയാ, നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് മസിലൊക്കെ ബിൽഡ് ചെയ്യൂലേ, അതേപോലെ നമ്മുടെ ബോഡിയിലെ മസിൽ ബിൽഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ ബ്രെയിന് ഒരു എക്സസൈസ് ചെയ്യിപ്പിക്കലാണ് ബ്രെയിൻ ജിം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രെയിനെ എടുത്തിട്ട് പുറത്ത് വെച്ചിട്ട് അതിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളുടെ ബ്രെയിനിന്റെ എക്സസൈസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ കൈകൾ കൊണ്ടാണ്. ഓക്കെ, നമ്മളുടെ കൈകളുടെ മൂവ്മെന്റ്സ് കാരണം നമ്മളെ ബ്രെയിനിൽ ഉണ്ടാവും ചില നെറ്റ്വർക്കിംഗ് ഫോം ചെയ്യും. അതാണ് നമ്മളുടെ ബ്രെയിന് കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളതും കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതും കൂടുതൽ റീറ്റെയിൻ ചെയ്യാനും മെമ്മറി പവർ കൂട്ടാനും എല്ലാം കൊണ്ടും നമ്മളെ ബ്രെയിനെ കേപ്പബിൾ ആക്കുന്ന ഒരു എക്സസൈസ് ഫോം ആണ് ബ്രെയിൻ ജിം. ഓക്കെ, ഇതിന് നമുക്ക് എന്താ, ആരെങ്കിലും വന്നിട്ടുണ്ടോ ക്യാമറയിൽ? താങ്ക് യു സോ മച്ച് ഷെരീഫ് സർ. അപ്പൊ ഒരാളെങ്കിലും ക്യാമറയിൽ, ഖദീജ മാം. ഓക്കെ, അപ്പൊ ബ്രെയിൻ ജിം നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 കൈകൾ വെച്ചിട്ടാണ് കേട്ടോ. നമ്മൾ കൈകൾ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ബ്രെയിനിൽ ന്യൂറോൺ നെറ്റ്വർക്ക് ഉണ്ടാകുന്നു. ഇത് എന്തുകൊണ്ടാണെന്നറിയോ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നെറ്റ്വർക്ക് ഉണ്ടാകുന്നു എന്ന്. നമ്മൾ കുഞ്ഞു ബേബി ആയിട്ട് ജനിച്ചിട്ടില്ലേ, ആ സമയത്ത് നമ്മളുടെ ഈ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും നല്ല കണക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാലോ, കുട്ടികളുടെ ആ ഒരു കോൺസെൻട്രേഷനും കുട്ടികളുടെ ആ ഒരു കോൺഫിഡൻസും കുട്ടികളുടെ ആ ഒരു ഫീലിംഗ് ഒക്കെ നമുക്കിപ്പോ ഇല്ല. നമ്മളെല്ലാവരും ആയിക്കോട്ടെ, ഇങ്ങനെ പോവാം, ജീവിതം ഇങ്ങനെ പോട്ടെ എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക്. അതെന്താണെന്നറിയോ, നമ്മളുടെ ആ ഒരു കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും കാരണം? നമ്മൾ വളർന്നു വരുമ്പോ എന്ത് സംഭവിച്ചു എന്നറിയോ? നമ്മളിങ്ങനെ സൂക്ഷിച്ചു വെക്കാം, എന്റെ ബ്രെയിൻ അങ്ങനെ കൂടുതലൊന്നും ഉപയോഗിക്കേണ്ട, സൂക്ഷിച്ചു വെച്ചാല് കുറെ വർഷം കഴിയുമ്പോ ഭയങ്കര ഒരു വലിയൊരു അസറ്റായി മാറും. ഇത് എനിക്കൊരു ഭയങ്കര സംഭവമായി മാറും എന്റെ തലച്ചോറ് എന്ന് വിചാരിച്ച് നമ്മൾ സൂക്ഷിച്ചു വെച്ചു, ഉപയോഗിക്കാതെ വെച്ചു. എന്ത് സംഭവിച്ചു? തുരുമ്പെടുത്തിപ്പോ അതിപ്പം വർക്ക് ചെയ്യാണ്ടായി. അപ്പൊ നമ്മളുടെ ബ്രെയിനെ ഒന്ന് വർക്കിംഗ് ആക്കാൻ, സ്പെഷ്യലി ഇൻ ദ ആഫ്റ്റർനൂൺ ഭക്ഷണമൊക്കെ കഴിച്ച് ലേസി ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്താല് നിങ്ങൾ ചാടി എണീറ്റ് മാം ഐ ആം ഹാവിങ് സോ മച്ച് ഓഫ് പവർ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. സിമ്പിൾ കാര്യാട്ടോ, സിമ്പിൾ. ഇതിന്റെ കോംപ്ലക്സ് ഫോംസ് ഒക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല്, ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ഗൂഗിളിലൊക്കെ പോയി യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാം. ബ്രെയിൻ എക്സസൈസ് ഒക്കെ ഈസിയാണ്, ഭയങ്കര പവർഫുൾ ആണ്. സിമ്പിൾ കാര്യമാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങളുടെ 2 കൈകളും. ഓക്കെ, ഖദീജ മാം, ഷെരീഫ് സാറിന് മാത്രമേ ഞാൻ ഇവിടെ കാണുന്നുള്ളൂ. എല്ലാവരും ചെയ്യാം, മാക്സിമം ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ കൈ ഇങ്ങനെ അറ്റാച്ച് ചെയ്യാം, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോയിന്റിൽ അറ്റാച്ച് ചെയ്യുക. ഓക്കെ,
എന്നിട്ട് 1 തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവരാം. 2 തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവരാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഇത് നല്ല സ്പീഡിൽ ചെയ്യുക. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടുന്നു. കാരണം എൻ്റെ കൈ എവിടെയാ പോകുന്നത്. നമ്മുടെ ബ്രെയിൻ അവിടെ വർക്കിംഗ് ആവുക. ആ തുരുമ്പെടുത്ത ബ്രെയിൻ ഇല്ലേ, ഒന്ന് വർക്കിംഗ് ആക്കുക. ഇവിടെ എനിക്കിപ്പോ വീഡിയോയിൽ കാണാത്തവർക്ക് ഒരു ചെറിയ ബ്രെയിൻ എക്സസൈസ് കൂടി ഞാൻ ചെയ്തുതരാം. ഒന്ന് ചാറ്റ് ബോക്സിൽ ഐ ആം റെഡി എന്നൊന്ന് ടൈപ്പ് ചെയ്തേ. അതൊരു നല്ല ബ്രെയിൻ എക്സസൈസാ. ഐ ആം റെഡി ഫോർ ദ സെഷൻ ഒന്ന് ടൈപ്പ് ചെയ്തേ. സെഷന് റെഡി ആയവര് ഒന്ന് ടൈപ്പ് ചെയ്തേ ഐ ആം റെഡി. അപ്പൊ നമുക്ക് നേരെ ഈ അടിപൊളി. ഓക്കെ, എന്റെ എനർജി ഒന്ന് ബൂസ്റ്റ് ആയിട്ടുണ്ട് ഇതൊക്കെ കണ്ടപ്പോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളെ സെഷനിലേക്ക് കടക്കാം. ഇന്നത്തെ നമ്മളെ സെഷന് ബേസിക്കലി ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ് പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ചിട്ടാണ്. ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചാലഞ്ചിങ് ഏരിയാസ് ഉണ്ടോ. അപ്പം വന്നത് മൊത്തം കുറേ ഏരിയാസ് ഓഫ് ചാലഞ്ചിങ് ആണ്. ആ ഏരിയയിലും ഉണ്ട്, ഈ ഏരിയയിലും ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓൾ ടുഗെദർ നമ്മളുടെ കോഴ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാത്തിൻ്റെയും കുറച്ച് എടുത്തിട്ട് ഇതൊക്കെയാണ് പബ്ലിക് സ്പീക്കിംഗ് ടോട്ടൽ ഒരു ചെറിയൊരു ഫോമിൽ തന്നെ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ വാട്ട് ഈസ് പബ്ലിക് സ്പീക്കിംഗ്? ഒരു സാധാരണക്കാരന് ഞാൻ എന്താണ് പബ്ലിക് സ്പീക്കിംഗ്? അത് മറ്റേ സ്റ്റേജിൽ കയറി നിന്നിട്ട് എല്ലാവരോടും മൈക്കിലൂടെ സംസാരിക്കുന്ന അതല്ലേ പബ്ലിക് സ്പീക്കിംഗ്? അങ്ങനെ പറയാം. ഓക്കെ, ബട്ട് വാട്ട് ഈസ് പബ്ലിക് സ്പീക്കിംഗ്? നമ്മൾ ഒരു കൂട്ടം ആൾക്കാരോട് സംസാരിക്കുന്നതിന് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് എന്ന് വിളിക്കും. ഒൺലി തിങ് ഈസ് നമ്മൾ സാധാരണ നമ്മളെ വീട്ടിൽ നമ്മളുടെ അമ്മായിനോടും നമ്മളുടെ ആരോടെങ്കിലും സംസാരിക്കുന്നതും ഒരു പബ്ലിക്കായിട്ട് സംസാരിക്കുന്ന നമ്മൾ വ്യത്യാസമുണ്ട്. അതിന് ഒരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്. ഇത്ര സമയത്തിന്റെ ഉള്ളിൽ തീർക്കണം എന്ന് പറഞ്ഞാൽ അത് തീർത്തിരിക്കണം. എന്നാലോ എല്ലാ കാര്യങ്ങളും അതിൽ അടങ്ങിയിരിക്കുകയും വേണം. അതിനൊരു മീനിങ് ഉണ്ടാവണം. ആ സംസാരം കൊണ്ട് മറ്റുള്ളവർക്ക് ഒന്നുകിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അവരെ എന്റർടൈൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തോ ഒരു കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കണം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത സംസാരത്തിനെയാണ് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പബ്ലിക് സ്പീക്കിംഗ്. ഇനി നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഉച്ചക്ക് ഉറങ്ങുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ വന്ന് ഇവിടെ ഇരിക്കുന്നത്? ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിന് എന്തൊക്കെയോ ബെനിഫിറ്റ് ഉണ്ടല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ ഇതൊന്ന് അറിയണല്ലോ, ഇതൊന്ന് പഠിക്കണല്ലോ എന്നുള്ള ഫീലിംഗ് നമുക്ക് വരുന്നത്. എന്താ, ഇതിന് എന്തൊക്കെയോ ബെനിഫിറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ കുറേ ബെനിഫിറ്റ് ഉണ്ട്, പക്ഷെ എല്ലാം കൂടി നമുക്ക് ഈ ഒരു സെഷനിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ബെനിഫിറ്റ് ഞാൻ ഇവിടെ പറയാം. ഓക്കെ, ഫസ്റ്റ് തിങ്, ഈ ലോകത്ത് ഏറ്റവും വലിയ കാര്യം എന്താ? നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുക, അല്ലേ? യെസ് ഓർ നോ? നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവൽ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്, അല്ലേ? ഞാൻ നല്ല ആൾക്കൂട്ടത്തിന്റെ നടുക്കാണ്, എല്ലാവരുടെയും റിലേഷൻഷിപ്പ് സൂപ്പർ ആണെന്നുള്ളതാണ് ഏറ്റവും വേണ്ട കാര്യം. അപ്പൊ നമ്മള് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാല് നമ്മളെ റിലേഷൻഷിപ്പ് തന്നെ ഇമ്പ്രൂവ് ചെയ്യും. കാരണം എന്താ, നമുക്ക് ചെറിയൊരു ടൈമിൽ നമുക്ക് അറിയും ഇതിന്റെ തുടക്കം ഞാൻ എങ്ങനെ പറയണം, ഒടുക്കം ഞാൻ എങ്ങനെ പറയണം, ഉള്ള കണ്ടന്റ് ഞാൻ ഈ 5 മിനിറ്റിൽ എങ്ങനെ പറഞ്ഞു തീർക്കണം, അത് മറ്റേ ആൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെ പറയണം എന്ന് നമ്മൾക്ക് നമ്മളുടെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സംസാരിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടുക വൺസ് യു അക്വയർ ദ സ്കിൽ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. അടുത്തതാണ് എക്സ്പാൻസ് യുവർ നെറ്റ്വർക്ക്. ഇതിന് ഞാൻ എന്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ച കുറെ കാര്യങ്ങളുണ്ട്. എന്നാലും ഞാൻ അറിയാതെ സംഭവിച്ച ഒരു സംഭവമുണ്ട്. എൻ്റെ മോളുടെ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേ ഈ പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ വിളിക്കുമല്ലോ, പാരന്റ്സ് മീറ്റിംഗിന് വിളിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും പാരന്റിന് എന്തെങ്കിലും ഇത് പറയാനുണ്ടോ, എക്സ്പീരിയൻസ് പറയാനുണ്ടോ? അപ്പൊ ഞാൻ പോയിട്ട് ഏതായാലും കിടക്കട്ടെ, ഒരു എക്സ്പീരിയൻസ് പറയാം, എൻ്റെ കുട്ടിയുടെ ഇത്രയും കാലം പഠിച്ചതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് പറഞ്ഞു. എനിക്കുള്ള എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. ഇങ്ങനെയാണ്, ഞാൻ വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു, എൻ്റെ മോളിപ്പോൾ 10ാം ക്ലാസ് എത്തിയപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ട്, സ്കൂളിൽ ഇങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്, എൻ്റെ കുറെ കൺസ്ട്രക്റ്റീവായ ഫീഡ്ബാക്കും കാര്യങ്ങളും ഞാൻ പറഞ്ഞു. അതിനുശേഷം എന്താ സംഭവിച്ചതെന്നറിയോ?
എന്നെ അതുവരെ അറിയാത്ത കുറേ പേർക്ക് എന്നെ അറിയാം. എന്നെ അതുവരെ അറിയാത്ത കുറേ പേർക്ക് എന്നെ അറിയാം. അവരെനിക്ക് വാട്സാപ്പ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. അടുത്ത പ്രാവശ്യം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ, അന്ന് ഹിബാര ഉമ്മയല്ലേ, അന്ന് സ്റ്റേജിൽ സംസാരിച്ച നിങ്ങളല്ലേ? ദിസ് ഇസ് ഹൗ യു എക്സ്പാൻഡ് യുവർ നെറ്റ്വർക്ക് അല്ലെ? ഞാൻ ഒരിക്കലും ഒരു സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് കാണാം. നെറ്റ്വർക്ക് ഇസ് അവർ നെറ്റ്വർത്ത് എന്നാ. നമ്മളുടെ നെറ്റ്വർക്ക് എത്രത്തോളം വലുതാവുന്നോ അത്രയും നമ്മൾ വർത്തിയായി മാറുക. ഓക്കെ, സോ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഇംപ്രൂവ്സ് യുവർ നെറ്റ്വർക്ക്. അടുത്തതാണ് നമ്മളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൂട്ടുന്നു. കാരണം നമുക്ക് കുറേ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവുമല്ലേ, എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ സബോർഡിനേറ്റ്സിനൊക്കെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയല്ല, ഈ വഴിയാണ് നേർവഴി എന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ ആ വഴിയാണെന്ന് തോന്നുന്നു, എല്ലാവരും പോകുന്ന കാണുന്നുണ്ട്, നമുക്കും ഒന്ന് പോയാലോ, ആ ഒരു രീതിയിലായിരിക്കും. ബട്ട് വൺസ് യു അക്വയർ ദിസ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ, നിങ്ങൾക്ക് കറക്റ്റ് വേണ്ട കാര്യം വേണ്ട സമയത്ത് കൃത്യമായിട്ട് നമ്മളുടെ സബോർഡിനേറ്റ്സിനായാലും ആർക്കായാലും, നമുക്ക് മേ ബി അവർ ബോസ് ഓൾസോ, ചിലപ്പോൾ ബോസിനും അറിയുന്നുണ്ടാവില്ല കമ്പനി എങ്ങോട്ടാ പോകുന്നതെന്ന്. പക്ഷെ നമുക്കത് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അവർ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലിന്റെ ഗുണം. സോ യുവർ ലീഡർഷിപ്പ് ക്വാളിറ്റി ഓൾസോ ഇംപ്രൂവ്സ്. അതാണ് അടുത്തത്, കരിയർ ഗ്രോത്ത് ആണ്. അതായത് നമ്മൾ പറയില്ലേ, ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലമായി, ഞാൻ ഇതാ ഈ ഒരു ശമ്പളത്തിന് ഇവിടെ ഇരുന്നിടത്ത് ഞാൻ ഇവിടെ ഇരിക്കുക, കമ്പനി തീരെ പോരാ, ബോസ് ആണെങ്കിൽ തീരെ പോരാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ബ്ലെയിം ചെയ്യുന്നുണ്ടോ? ഓക്കെ, പെട്ടെന്നായിരിക്കും കമ്പനിയിൽ ഒരു ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ കയറി വരുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നു, അവർ നമ്മളെക്കാട്ടും മേലെ ഹയർ പൊസിഷനിൽ പ്രൊമോട്ടും ആകുന്നു. എന്തുകൊണ്ടാ? അവരുടെ നോളജ് മാത്രം കൊണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എക്സ്പീരിയൻസ് ഒക്കെ കുറവാണ്, നമുക്കല്ല എക്സ്പീരിയൻസ് ഉള്ളത്, പക്ഷെ അവർ നമ്മളെയും കാട്ടി ഹൈയിലേക്ക് പോയെങ്കിൽ അവിടെ എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിയർ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ ഓർ ദിയർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയാം. അവർക്ക് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് പല കാര്യങ്ങളും വായിക്കകത്ത് വെച്ചിട്ട് പറയായിരുന്നു അല്ലേ, എങ്ങനെയാ പറയായിരുന്നു, വേണ്ട അടുത്ത പ്രാവശ്യം പറയാം, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഇരിക്കുമ്പോൾ മറ്റേ ആളങ്ങ് പറഞ്ഞിട്ട് പറന്ന് കളയും. ഓക്കെ, സോ നമുക്കൊരു കരിയർ ഗ്രോത്ത് വേണമെങ്കിലും ഈ സ്കിൽ നിർബന്ധമാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കില്ലാണ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ. അതേപോലെ നമുക്കൊരു ബിസിനസ്സിൽ ഗ്രോത്ത്, നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമുണ്ട് അല്ലേ? ആ ഇൻവെസ്റ്റേഴ്സ് ഓക്കെ, ഐ എം റെഡി ടു കം ഫോർ യുവർ ഇത് ഒന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ വരാം, നിന്റെ ബിസിനസ് ഐഡിയാസ് എനിക്കൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുമ്പോൾ നമ്മളിങ്ങനെ നമ്മളെ അമ്മായിനോട് സംസാരിക്കും, വേറെന്താ സുഖല്ലേ, ചായ കുടിച്ചോ, എനിക്കിങ്ങനെ ഒരു കമ്പനി എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ആ കമ്പനിയിൽ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ മറ്റേ ഇരുന്ന് പരത്തി പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് അവിടെ ഇരിക്കില്ല. അവർക്ക് കൃത്യമായിട്ട് ഒരു ടൈം ലിമിറ്റ് ഒക്കെ ഉണ്ടാവും. അവർക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങളെ അറിയണ്ടു, അതിൻ്റെ ഉള്ളിൽ തന്നെ അവർക്ക് മനസ്സിലാവും ഈ ബിസിനസിന്റെ ഗ്രോത്ത് എങ്ങനെ ആയിരിക്കും എന്നും, ഇതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ അവർക്ക് പറ്റും. അപ്പൊ അവരോട് നമുക്ക് നന്നായി സംസാരിച്ച് നമ്മളുടെ ബിസിനസിന്റെ ഗ്രോത്തിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് ഈ സ്കില്ല് നിർബന്ധം. വൈ? ബിക്കോസ് ആ ടൈം ലിമിറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, എന്തൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം, ഏത് രീതിയിൽ ഞാൻ സംസാരിക്കണം, എത്രത്തോളം പവറിൽ ഞാൻ സംസാരിക്കണം, എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് എന്തായിരിക്കണം, ഒക്കെ നമ്മൾ പഠിക്കുന്നത് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് പഠിക്കുമ്പോഴാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ ബിസിനസ് ഗ്രോത്ത്. അടുത്തത്, കുറേ പേർ ഇവിടെ ഇരിക്കുന്ന കുറേ പേർക്ക് ട്രെയിനർ ആകാൻ ആഗ്രഹമുണ്ട്, സ്പീക്കർ ആകാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ കുറേ പേര് ഇവിടെ ഉണ്ട്, റൈറ്റ്? അവർക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്കില്ലാണ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ. കാരണം എന്താ? എല്ലാവരുടെ ഉള്ളിൽ പല കാര്യങ്ങളും ഉണ്ട് പഠിപ്പിക്കാൻ പറ്റിയത്. ഞാൻ ചെയ്യുന്ന പോലെ ആയിരിക്കൂല മറ്റൊരാൾ അത് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞ് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും ട്രെയിൻ ചെയ്യാനും ഒക്കെ എനിക്ക് പറ്റും ഇഫ് യു ഹാവ് ദ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ. അപ്പൊ ഞാനിപ്പോ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ,
ഹൂ നീഡ്സ് ദിസ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ? ആർക്കാ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ആവശ്യം? ഒന്ന് പറഞ്ഞേ, ആർക്കാ ഇത് ആവശ്യം? എന്താ തോന്നുന്നത് ഖദീജ മാം, എന്താ തോന്നുന്നു, ആർക്കാ ഇത് ശരിക്കും ആവശ്യം? ഒന്നും തോന്നില്ലേ? എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാവർക്കും ആവശ്യമാണ്. എല്ലാവർക്കും. സുബ്രം, താങ്ക് യു ശരി. ഖദീജ മാം കേട്ടില്ല കേട്ടോ ഒന്നും. എനിക്ക് കേൾക്കാത്തതാണോ? ഓക്കെ, എനിക്ക് കേൾക്കുന്നില്ല കേട്ടോ. ഹൂ നീഡ്സ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാല് എവ്രിബഡി നീഡ്സ് പബ്ലിക് സ്പീക്കിംഗ്. എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സ്കില്ല് തന്നെയാണ് പബ്ലിക് സ്പീക്കിംഗ്. കാരണം എന്താ, ഞാൻ ബെനിഫിറ്റ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓരോ ഏരിയാസും എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോ ഈ ഏരിയാസ് ഒക്കെ നമ്മളുടെ ഏരിയ ഓഫ് ലൈഫ് തന്നെയല്ലേ? ഈ ഈ ഇതിൽ എവിടെയെങ്കിലും നമ്മൾ പെടുന്നില്ലേ? സോ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ everyone. Everybody require this skill to live a happy and contented life. അപ്പൊ ലെറ്റ്സ് മൂവ് ഇൻ ടു നമ്മുടെ വർക്ക്ഷോപ്പ് അല്ലേ. കുറച്ച് പണിയൊക്കെ ഞാൻ തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പണി എല്ലാവർക്കും ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ ഫൈൻ. താങ്ക് യു സോ മച്ച് മാം. ആക്ടിവിറ്റി ടൈമാണ്. ഒന്നുമില്ല, നിങ്ങളുടെ പേര്, സ്ഥലം, നിങ്ങളുടെ ഹോബി, നിങ്ങളുടെ ജോലി, ഇതൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ നിങ്ങൾ? ആരെങ്കിലും ഒരാളൊന്ന് ഏറ്റെടുക്കോ? ഞാൻ പറയാം. ഓക്കെ, പറഞ്ഞോളൂ. എന്റെ പേര് ഷെരീഫ് എന്നാണ്. ഞാൻ ആലുവയാണ്. ബേസിക്കലി റെസ്റ്റോറന്റ് ആണ്. അതിന് ഒരു മാർക്കറ്റിംഗ് ഒരു സ്കില്ല് എന്നിലുണ്ട്. അതുകൊണ്ട് മാർക്കറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മാർക്കറ്റിംഗ് കമ്പനി ഓൾറെഡി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള കമ്പനിയൊക്കെ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ നിലവിൽ 1-2 പ്രൊജക്ടുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ക്രിപ്റ്റോ ബേസ് ചെയ്തൊരു പ്രൊജക്ട് റണ്ണിങ്ങിലാണ്. പിന്നെ എന്റെ ഒരു ആഗ്രഹം, ഒരു ട്രെയിനറുടെ ഒരു സ്കില്ല് എനിക്കുണ്ട്. അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ റസീന മാമിന്റെ അടുത്ത് ചോദിച്ചിരുന്നു. അപ്പൊ ഒന്നും പറഞ്ഞില്ല. ഒരു ലിങ്ക് എനിക്ക് ഇട്ട് തന്നു. കറക്റ്റ് ഞാൻ 3 മണിക്ക് 3:05 കണ്ടത്. 5 മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് കയറി. എന്തായാലും എന്റെ ആ യാത്രക്ക് നിങ്ങൾ സഹായിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ കയറിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സൂപ്പർ. എന്താ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നറിയാം അല്ലേ? പേര് പറഞ്ഞു, സ്ഥലം പറഞ്ഞു, ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞു, ചെയ്യാൻ പോകുന്നത്, എന്റെ ഗോൾ ഇതാന്ന് പറഞ്ഞു, എന്തൊക്കെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. Within a limited time, he was able to express it. That shows he is on the path of becoming a confident speaker. Congrats, sir. Congrats. Congrats. വേറെ ആർക്കെങ്കിലും? ഓക്കെ, ഒരു മെയില് പറഞ്ഞു, നമുക്കൊരു ഫീമെയിലിനെയും കൂടി കേൾക്കാം. ഏതെങ്കിലും ഒരു ഫീമെയിലിനെയും കൂടി നമുക്കൊന്ന് കേൾക്കാം. ആരാ ഉള്ളത്? ഒന്ന്. മക്കളെ, ഫീമെയിലിന്റെ പേര് കളയരുത്. ആരെങ്കിലും ഒക്കെ ഒന്ന് വരൂ, ഫോർവേഡ് വരൂ. ഓഡിയോ മതിയോ? ഓഡിയോ പോരാ, നമ്മൾ വീഡിയോ ഒക്കെ ഓൺ ചെയ്തിട്ട് കോൺഫിഡന്റ് ആയി സംസാരിക്കും. ഇവർ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കും. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ നമുക്ക് സൂം ഇല്ലേ, ഒന്ന് ക്യാമറയിലൊക്കെ കണ്ട് സംസാരിച്ചൂടെ? Who is it? ആരാണ്? ഹലോ, ഗുഡ് ടു ഓൾ. ആരാണ്? ഖദീജ. ഓക്കെ. ഞാൻ ഹോസ്പിറ്റലിലാണുള്ളത്. റേഞ്ച് കുറവുണ്ട്, അതുകൊണ്ടാണ് ഇഷ്യൂ. ഓക്കെ. മൈ നെയിം ഈസ് ഖദീജ. ഞാൻ കോഴിക്കോട് ജില്ല മുക്കത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എന്റെ ഗ്രാമം ചേന്നമംഗല്ലൂർ. ഞാന് സാറ് പറഞ്ഞ മാതിരി തന്നെ ഒരു മാർക്കറ്റിംഗ്, ഒരു ബിസിനസ് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. പോരാത്തത് എനിക്കൊരു മെസ്സ് ഉണ്ട്. ഒരു 100-150 വിദ്യാർത്ഥികൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് എന്റെ അൽഹംദുലില്ലാഹ് എന്റെ ഒരു ജോലി. 25 വർഷമായി തുടങ്ങിയിട്ട്. ഉഷാറായി പോണ്ട്. ഞാൻ ഹാപ്പിയാണ്. സോ ഹാപ്പി ആൻഡ് ബെറ്റർ ആയിട്ട് പോകും. പിന്നെ ഇതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആയിട്ട് 4 ആൾ അറിയപ്പെടുന്ന ഒരു, എല്ലാരും മുന്നിൽ വെച്ചിട്ടും ധൈര്യമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം എന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ്. എന്താ വെച്ചാൽ ഒരു മോട്ടിവേറ്റ് ക്ലാസ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതല്ലേ നമ്മളൊരു ഇത്. അല്ല നമ്മൾ മാത്രം പഠിച്ചതുകൊണ്ട് കാര്യമല്ല, മറ്റുള്ളവർക്കും അത് നല്ലത്. ഓലയും കൂടി. താങ്ക് യു സോ മച്ച് ഖദീജ മാം. ഖദീജ മാമിന്റെ എനർജി തന്നെ കാര്യങ്ങളുണ്ട്. യു ആർ റെഡി. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇവിടെ ഇത്രയും പേര് ഇരുന്നിട്ട് എന്തുകൊണ്ടാണ് നമ്മളുടെ ഖദീജ മാം തന്നെ, അതും ആശുപത്രിയിൽ ഇരുന്നിട്ട്, പാവം മാം, കുറെ നേരമായില്ലേ, ഫീമെയിലിന്റെ പേര് കളയല്ലേ മക്കളെ എന്ന് പറഞ്ഞപ്പോ മാം എന്നെ മുന്നോട്ട് വരേണ്ട ഒരു ആവശ്യം വന്നു. ബാക്കിയുള്ളവർ എന്താ ചെയ്യണേ?
ബാക്കിയുള്ളവർ എന്താ ചെയ്യണേ? വൈ ഡു യു ഹെസിറ്റേറ്റ്? എന്തുകൊണ്ടാ നിങ്ങൾ ഹെസിറ്റേറ്റ് ചെയ്തത്? ഇപ്പൊ ഇത്ര ആൾക്കാർ ഖദീജ മാമിനെ അറിഞ്ഞില്ലേ? അല്ലെങ്കിൽ ഷെരീഫ് സാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ആൾ ഇന്ന കാര്യം ചെയ്യുന്നുണ്ട്, ആലുവയിലാണ് സ്ഥലം എന്നൊക്കെ നമ്മൾ അറിഞ്ഞില്ലേ? എങ്ങനെ അറിഞ്ഞേ? ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദിയർ കമ്മ്യൂണിക്കേഷൻ. അവർ വായ തുറന്ന് ക്യാമറ ഓൺ ചെയ്ത് അവരാരാന്ന് ഇപ്പൊ നമുക്കറിയാം. അവരുടെ സൗണ്ട് ഇനി എവിടെ നിന്ന് കേട്ടാലും നമ്മൾ ക്യാച്ചപ്പ് ചെയ്യും. ആ ഇത് അന്ന് വെബിനാറിൽ സംസാരിച്ച അവരാണെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യും. വൈ ഡു യു ഹെസിറ്റേറ്റ്? ബാക്കിയുള്ളവർ എന്താ ഹെസിറ്റേറ്റ് ചെയ്തേ? എന്താ ഹെസിറ്റേറ്റ് ചെയ്തേ? എല്ലാവരും പറയുന്ന ഒരു ആൻസർ ആണ് ഫിയറാ, എനിക്ക് പേടിയാ. റൈറ്റ്? ഫിയർ എന്ന് പറഞ്ഞ ഒരു ഫാക്ടറാണ് അവിടെ കിടക്കുന്നത്. ഫിയറിന് പല രീതിയിലും നമുക്ക് എഴുതാം കേട്ടോ. ഫിയർ FEAR എന്നുള്ളതിന് false evidence appearing real എന്നോ, അല്ലെങ്കിൽ forget everything and run എന്നോ, അല്ലെങ്കിൽ face everything and rise എന്നും പറയാം. ഇതിൽ എവിടെ പെടാനാ നിങ്ങൾക്ക് താല്പര്യം? forget everything and run ആണോ അതോ face everything and rise ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഏതാ ഉദ്ദേശിക്കുന്നത്? forget everything റൺ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം മറന്നിട്ട് ഈ ലോകത്ത് നിന്ന് അങ്ങ് രക്ഷപ്പെടാം, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ലേ എന്ന് പറഞ്ഞ് ഓടിപ്പോവാ. ഇല്ലെങ്കിൽ വരുന്നത് വരട്ടെ, ഐ എം റെഡി, ഞാൻ അത് എടുത്തിട്ട് ഞാൻ ഇവിടുന്ന് അവിടെ അടുത്ത ലെവലിലേക്ക് പോകും എന്ന് പറയാനാണോ നിങ്ങൾക്ക് താല്പര്യം? എന്തായാലും നിങ്ങൾക്ക് ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ് തന്നെ ആ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നത്. റൈറ്റ്? യെസ്, താങ്ക് യു സോ മച്ച് മാം. അപ്പോ നമ്മൾ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം യു ഹാവ് ടു ഫേസ് എവറിത്തിങ് ആൻഡ് റൈസ്. ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഫിയർ ഉണ്ട്. ഫിയർ അല്ല കേട്ടോ, ഫിയർ അല്ല. ഫിയറും ഫോബിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫിയറും ഫോബിയ എന്ന് പറഞ്ഞ രണ്ട് സംഭവങ്ങളാ. ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എനിക്ക് തീ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ തീ ഇങ്ങനെ പാറുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഡ്രസ്സൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തട്ടൊക്കെ അതിൽ പോയിട്ടുണ്ടെങ്കിൽ തീ പിടിക്കുവേ, അതൊരു ഫിയറാ. തീ പിടിക്കുമോ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ട് കൺട്രോൾ ചെയ്തിട്ട് നമ്മളുടെ ഡ്രസ്സൊക്കെ ദൂരം വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്നു. ഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അയ്യോ കിച്ചണിൽ ഞാൻ കേറൂല, അവിടെ സ്റ്റൗവിന്റെ അടുത്ത് തീ ഉണ്ട്, ഞാൻ കേറിയില്ല, തീ ഉള്ളിടത്ത് ഞാനില്ല. അയ്യോ തീ എന്ന് പറഞ്ഞാൽ കത്തുന്ന ഒരു സംഭവമാണ്, അയ്യോ ഞാൻ പോകുന്നില്ല, കിച്ചണിലേക്കേ പോകുന്നില്ല എന്ന് പറയുന്നത് ഫോബിയ. നിങ്ങള് ഒരു സ്റ്റേജ് ഫിയർ എന്നല്ല ശരിക്കും അതിനെ പറയണ്ടേ, സ്റ്റേജിൽ ഫോബിയ സംഭവിക്കുന്നത്. സ്റ്റേജിൽ കേറുന്നതിന് മുന്നേ നിങ്ങൾക്ക് പേടി അല്ലേ? സ്റ്റേജിൽ കേറുന്നതിന് മുന്നേ തന്നെ കേറുന്നതിനാ പേടി. അപ്പൊ ഇറ്റ്സ് ആക്ച്വലി ഫോബിയ എന്ന് പറയും. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോബിയാസ് ഉണ്ട് കേട്ടോ ഈ ലോകത്ത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോബിയ. അതില് സ്റ്റേജിൽ കയറി സംസാരിക്കാനുള്ള പേടിയെ നമ്മൾ ഗ്ലോസോഫോബിയ എന്നാ വിളിക്കുക. ഓക്കെ? എനിക്ക് മരണം വരുമോ എന്നുള്ള ഒരു പേടിനെ നമ്മൾ താനറ്റോഫോബിയ എന്ന് വിളിക്കാം. അതേപോലെ എട്ടുകാലിയൊക്കെ കണ്ടാൽ നമുക്ക് എല്ലാവർക്കും ഒരു പേടി ഉണ്ടല്ലേ? ആ പേടിയെ ഒന്ന് വായിച്ച ആരെങ്കിലും ഒന്ന് വായിച്ച് നോക്കട്ടെ. കാരണം ഞാൻ കുറച്ച് പണിയെടുത്തിട്ടുണ്ടായിരുന്നു ആ വേർഡ് ഒന്ന് വായിച്ച് കിട്ടാൻ. നിങ്ങൾ എങ്ങനെയാ വായിക്കുന്നത് നോക്കട്ടെ. ഉച്ച സമയല്ലേ, നിങ്ങളുടെ ബ്രെയിനൊക്കെ ഒന്ന് വർക്കാവട്ടെ. വായിച്ചേ, ആരെങ്കിലും ഒരാളൊന്ന് വായിച്ചേ. ഗ്ലോസോഫോബിയ, ആ താനറ്റോഫോബിയ, ഓക്കെ, ആർക്കനോഫോബിയ. അറക്കനോഫോബിയ. സോറി താങ്ക് യു സോ മച്ച്. എന്നാലും നിങ്ങൾ റെഡി ആയല്ലോ, പറയാം അത് മതി. ട്രൈപ്പനോഫോബിയ. ട്രൈപ്പനോഫോബിയ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ വരുമ്പോ തന്നെ അയ്യോ ഇതാക്കുന്നതിന് ആ ഫോബിയ. ഓക്കെ, ഹൈറ്റിന് എന്താ പറയാ? അക്രോഫോബിയ. ഹൈറ്റ് എന്ന് നോക്കുമ്പോൾ തന്നെ തല ചുറ്റി ഞാൻ ബോധം കെട്ടു എന്ന് പറയുന്നില്ലേ, ദാറ്റ് ഈസ് അക്രോഫോബിയ. ഇടിയും മിന്നലിന്റെ പേടിയുള്ള എത്രയോ പേരുണ്ട്, ദാറ്റ് ഈസ് ആസ്ട്രോഫോബിയ. അങ്ങനെ ഇത്രയും ഫോബിയാസ്, കുറെ ഫോബിയാസ് ഉണ്ടെങ്കിലും ഏറ്റവും വലിയ ഫോബിയ, അതായത് മരണത്തെക്കാൾ വലിയ ഫോബിയ ആയിട്ട് കിടക്കുന്നതാണ് നമ്മളുടെ എന്ത്? മരണത്തെക്കാൾ വലിയ ഫോബിയായി കിടക്കുന്നത് ഏത് ഫോബിയാണ്? ഏതാണ്? ഗ്ലോസോഫോബിയ. അതായത് സ്റ്റേജിൽ കയറാൻ വേണ്ടിയിട്ട് ഒരാൾ വിളിച്ചു കഴിഞ്ഞാല്, പടച്ചോനെ ഈ ഭൂമി അങ്ങ് പിളർന്നിട്ട് എന്നെ അങ്ങ് ഉള്ളിലേക്ക് കൊണ്ടുപോയാൽ മതി, എന്നാലും ആ സ്റ്റേജിലേക്ക് കയറാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്ന ആ പേടിയാണ് ഏറ്റവും വലിയ പേടി, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പേടി. ഓക്കെ, എന്താണ് കാരണം എന്നറിയോ ആ പേടിക്ക്? ഒന്ന്, നമ്മളെ നെഗറ്റീവ് തോട്ട്സ് ആണ്. നമ്മൾ എപ്പോഴും നെഗറ്റീവായിട്ടാ ചിന്തിക്കും. നമ്മളെ ബ്രെയിൻ ട്രെയിൻഡ് ആണ് എല്ലാം നെഗറ്റീവായി ചിന്തിക്കാൻ. അതായത് നമ്മളിപ്പോ ഒന്ന് സുഖമില്ലാതെ ഡോക്ടറത്തേക്ക് പോകുമ്പം തന്നെ നമ്മൾ
ഡോക്ടർ ഇപ്പൊ എന്താ പറയാ, ഡോക്ടർ അങ്ങനെ പറയോ, ഡോക്ടർ ഇങ്ങനെ പറയോ, ഡോക്ടർ എന്നാ ഓ മക്കളെ നിങ്ങൾക്ക് ഒന്നും ഇല്ലടാ നീ വീട്ടിൽ പോയിക്കോ എന്ന് പറയുമെന്ന് നമ്മളെ തലച്ചോറ് ചിന്തിക്കേ ചെയ്യില്ല. വി നോ ഓൺലി ഹൗ ടു തിങ്ക് നെഗറ്റീവ്. അപ്പൊ സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ചിന്ത എന്താണെന്നറിയോ, ഞാൻ സ്റ്റേജിൽ കയറി കഴിയുമ്പോ എനിക്കിങ്ങനെ ഞാൻ എന്റെ മുഖം ഇങ്ങനെ ആയിരിക്കില്ലേ, അപ്പൊ അവർക്ക് എന്ത് തോന്നും, ഞാൻ ഇങ്ങനെ ബബ്ബ അടിച്ചാ ഇവർക്ക് എന്ത് തോന്നും, എന്റെ കൈയൊക്കെ ഇങ്ങനെ വിറക്കുന്നത് ഇവർ കാണുമോ, എന്റെ കാല് കുഴയുന്നത് കാണുമോ, എന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് അവര് കാണുമോ, എന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് ഞാനല്ലേ കാണുക എന്നുള്ള ചിന്ത പോലും നമുക്കില്ല. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ കണ്ണിൽ ഇരുട്ട് കയറുന്നത് അവർ കാണാൻ പോകുന്നുണ്ടെന്ന്. അത്രയും നെഗറ്റീവ് തോട്ട്സ് ആയിട്ട് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഫിയർ വരുന്നത്. അടുത്തത് നമ്മൾ ആദ്യം തന്നെ പറയും എനിക്ക് അത്രക്കൊന്നും നോളജ് ഇല്ല കേട്ടോ, ഞാൻ പഴയ SSLC, ഞാനൊക്കെ എന്ത് പറയാനാ, എനിക്കൊന്നും പറയാനില്ല, കേപ്പബിലിറ്റി പോലും ഇല്ല, എനിക്ക് എബിലിറ്റിയും ഇല്ല കേപ്പബിലിറ്റിയും ഇല്ല, ഒന്നുമില്ല. വൈ യു ആർ തിങ്കിങ് യു ഡോണ്ട് ഹാവ് എനി നോളജ്. ഇല്ല, പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറെ പുസ്തകം വായിച്ചിട്ട് പുസ്തകത്തിലുള്ള പണ്ട് ലെസ് ബ്രൗൺ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, അതൊന്നല്ല ലൈല പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് പറയാം. ലൈല പറയുന്നു, ലൈലാക്ക് ഇങ്ങനെയാ തോന്നുന്നത്, ലൈലയുടെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ലൈല പഠിച്ചത് ഇങ്ങനെ, അപ്പൊ ലൈല ഈസ് ടെല്ലിങ് ദിസ്. ദാറ്റ് ഈസ് പബ്ലിക് സ്പീക്കിംഗ്. നമുക്ക് നമ്മളുടെ ലൈഫിന്റെ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഈ സ്കില്ല് വേണം. ഒരിക്കലും ചിന്തിക്കരുത് എനിക്ക് നോളജ് ഇല്ലാന്ന്. ഓക്കെ, അടുത്തതാ നമ്മളെ DNA തന്നെ കിടക്കുന്ന ഒരു സംഭവം. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടാവും. ഓ എനിക്ക് ഫിയർ വരുന്നത് എന്റെ ഉപ്പായിൽ നിന്നാണ്, എന്റെ ഉപ്പാടെ ഉപ്പായിൽ നിന്നാണ്, DNA വന്നതാണല്ലോ, എന്റെ തെറ്റല്ല മാം, എന്റെ തെറ്റല്ല, എനിക്ക് എന്റെ ഉപ്പാടെ എത്തുന്ന കിട്ടിയ DNA കിട്ടിയ ഒരു പേടിയാണിത്. DNA ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ, നമ്മള് മനുഷ്യന്മാര് ഇപ്പോഴാണല്ലേ നമുക്ക് വീട് കൂടിയൊക്കെ വന്നത്. നമ്മൾ എവിടെയായിരുന്നു പണ്ട്? നമ്മളെ ആൻസിസ്റ്റേഴ്സ് എവിടെയായിരുന്നു? അവര് കാട്ടിലായിരുന്നു അല്ലേ? എത്രയോ മൃഗങ്ങളുടെ കൂടിയും എന്തൊക്കെയോ ടൈപ്പ് ഓഫ് മൃഗങ്ങളുടെ കൂടിയും ഒക്കെ അവര് വല്ലാത്ത രീതിയിൽ അവര് ജീവിച്ചത്. ആ സമയത്ത് അവരുടെ ബോഡിയിൽ, അവരുടെ ബ്രെയിനിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ തന്നെ ഉണ്ട് വിച്ച് ഇസ് ടെല്ലിങ് ദം കോൺസെൻട്രേറ്റ്. ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അതൊരു ആന വരുന്നുണ്ട് മക്കളെ, ഈ ഭാഗത്തേക്ക് ഒളിച്ചു നിൽക്ക്. ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അതൊരു പുലിയാണ് വരുന്നത്, രക്ഷപ്പെടണമെങ്കിൽ ഒളിച്ചു നിന്നോ. ഈ ഒരു പേടിയില്ലേ, എന്തിനാ പേടി കൊടുത്തത്, എന്തിനാ ഫിയർ കൊടുത്തത്? നമ്മുടെ ഓൾമാറ്റി ആ ഫിയർ കൊടുത്തത് എന്തിനാണെന്നറിയോ, ആ മനുഷ്യന് സ്വന്തമായിട്ട് രക്ഷപ്പെടണമെങ്കിൽ ആ ഫിയർ ഫാക്ടർ ഉണ്ടാവണം. അപ്പൊ നമ്മളെ ബോഡിക്ക് നമ്മളെ എപ്പോഴും രക്ഷപ്പെടണമെന്ന് മാത്രമേ ചിന്തയുള്ളൂ. പാവാണ്, നമ്മളുടെ കൂടെ നിൽക്കുന്ന ഒരാള് നമ്മളെ ബോഡിയാണല്ലേ. അപ്പൊ നമ്മളുടെ ബോഡിക്ക് നമ്മളുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത്, വേണ്ടാത്ത പണിക്ക് പോണ്ട മോളെ, സ്റ്റേജിൽ പോയാല് നിനക്ക് തലകറക്കം വരും, അതെനിക്ക് സഹിക്കൂല, എനിക്ക് നിന്നോട് അത്രക്ക് സ്നേഹ, നിന്റെ കാല് വിറക്കും, അതും വേണ്ട, എനിക്ക് നിന്നോട് അത്രക്ക് സ്നേഹ. വൈ ഡു യു ഗോ ഫോർ ഓൾ ദീസ് തിങ്സ്? ബി ഇൻ യുവർ കംഫർട്ട് സോൺ. നല്ല മക്കളല്ലേ, എന്തിനാ മോളെ ഇതൊക്കെ ചെയ്യാൻ പോകുന്നേ, എന്തെങ്കിലുമൊക്കെ പറ്റിയാലോ എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ സന്തോഷിപ്പിച്ച് സ്നേഹിച്ച് നമ്മളെന്താ വിചാരിക്ക, പോയിക്കൂടാ, പോയാ ഇതൊക്കെ സംഭവിക്കും. ആ ഫിയർ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത, എവിടെ നിന്ന്? നമ്മുടെ ആൻസിസ്റ്റേഴ്സിന് സ്റ്റാർട്ട് ചെയ്തത് DNA കൂടെ, നമ്മളെ സെൽസിലൂടെ ഇങ്ങനെ എത്തി ഇതേ ഇപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടും എത്ര ടെക്നോളജി വളർന്നിട്ടും ഈ ഒരു സംഭവം അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ആ ഒരു സംഭവം ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഫിയറിനെ എനിക്കൊന്ന് കളയണം, എനിക്ക് ഓവർകമ്മിങ് ദ ഫിയർ ചെയ്യണം. എല്ലാവരുടെയും ചിന്ത അങ്ങനെയാ, ഐ വോണ്ട് ടു ഓവർകം ദ ഫിയർ. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ ഈ ഫിയർ എങ്ങാണ് നമ്മൾ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഫിയർ എന്ന് പറഞ്ഞ സംഭവം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് കംപ്ലീറ്റ് പോയി, എനിക്ക് ഒരു ഫിയറും ഇല്ല, ഐ ആം ഫ്രീ ബേർഡ് എന്ന് ചിന്തിച്ചേ. നിങ്ങൾ റോഡില് വണ്ടി പോകുമ്പോ നടക്കും, ക്രോസ് ചെയ്യും ആ റോഡ്, എനിക്ക് ഐ ഡോണ്ട് ഫിയർ ദിസ് വെഹിക്കിൾ. ആ വണ്ടി വരുന്നെങ്കിൽ വന്നോട്ടെ, എനിക്ക് ഒരു പേടിയില്ല, ഞാൻ ഈ റോഡ് ഇങ്ങനെ കടക്കും. ആ ചിന്തയിലെത്തും നമ്മള്. അപ്പൊ നമുക്ക് നമ്മളുടെ ബോഡിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞ കാര്യമാണ് ഫിയർ. ആ ഫിയറിനെ നമ്മളെടുത്ത് വലിയ ഒരാളാക്കി മാറ്റിയിട്ട് നമ്മൾ എവിടെ എത്താതെ വെറുതെ ഗോളം സെറ്റ് ചെയ്തിട്ട് വെറുതെ ഇരിക്കുക. സോ
ഓവർകം ദ ഫിയർ, മാനേജ് യുവർ ഫിയർ. ഒരിക്കലും നമ്മളെ ഫിയറിനെ കളയാൻ പറ്റൂല, അതിനെ മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. എന്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ സെഷൻ ഇവിടെ ഇരിക്കുന്ന കുറെ പേര് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മളെ ഫിയർ ഒക്കെ കളഞ്ഞിട്ട് വി ആർ ഗെറ്റിംഗ് റെഡി ഫോർ ദ പബ്ലിക് സ്പീക്കിംഗ്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ചെയ്യേണ്ട 5 P ആണ് ഇപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 5 Pകൾ. ഓക്കെ, അതായത് നമ്മൾ റെഡി ആവുക പബ്ലിക് സ്പീക്കിങ്ങിന്. ആ സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട സംഭവം ഒരു 5 P വെച്ച് തുടങ്ങുന്ന വേർഡാണ് ഞാൻ ഇവിടെ പറയുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം. നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം. എന്താണ്, ആരാണ് എൻ്റെ ഓഡിയൻസ് എന്നൊക്കെ കണ്ടുപിടിച്ച് ഞാൻ എന്ത് സംസാരിക്കണമെന്നും എന്താണ് എൻ്റെ ഓഡിയൻസ് എന്നിൽ നിന്ന് കിട്ടേണ്ട, ആ സമയത്തിൻ്റെ ഉള്ളിൽ അവർക്ക് എന്തൊക്കെ കിട്ടണമെന്നും നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യണം. എത്രത്തോളം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നോ അത്രയും നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. അത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ പല കാര്യങ്ങളും എനിക്ക് വീണ്ടും ശരിയാക്കാനുണ്ട് എന്ന്. അങ്ങനെയാണ് 4ാമത്തെ സ്റ്റെപ്പ് ഓഫ് പോളിഷിങ്. അതിനെ ഒന്ന് പോളിഷ് ചെയ്യാം. ഈ 4 സംഭവം കഴിഞ്ഞിട്ട് വേണം 5ാമത്തെ സംഭവമായ പ്രസന്റേഷന് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ അടിപൊളി പബ്ലിക് സ്പീക്കർ ആവും. വെൻ യുവർ പ്ലാനിങ് ഈസ് പെർഫെക്റ്റ്, പ്രിപ്പറേഷൻ ഇസ് പെർഫെക്റ്റ്, പ്രാക്ടീസിങ് ഇസ് പെർഫെക്റ്റ്, പോളിഷിങ്ങും പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രസന്റേഷനും സൂപ്പർ ആവും. ഓക്കെ, ഇതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ വേർഷൻ ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത വെബിനാറിൽ ഉള്ളത്. ഗോ ടു ദ യൂട്യൂബ്, നമ്മളെ ചാനലിൽ പോവാ, ഒന്ന് ഈ റെക്കോർഡഡ് സെഷൻസ് ഒക്കെ അവിടെ കിട്ടും, ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അപ്പോ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് കുറേ നേരമായി പറയുന്നല്ലേ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഒരു സെൻഡർ ഉണ്ട്, പറയുന്ന ഒരാളുണ്ട്, ആൾക്കൊരു മെസ്സേജ് ഉണ്ട് അല്ലേ, മറ്റാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ഉണ്ട്, ഒരു കാര്യമുണ്ട് എനിക്ക് പറയാൻ. അത് ഞാനൊരു മീഡിയം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഭാഷ നോക്കാം. അതായത് എൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയൂ. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് കുറെ മലയാളത്തിൽ എൻ്റെ മെസ്സേജ് പറഞ്ഞതുകൊണ്ട് ആ ആൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ മീഡിയം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഭാഷയാകാം, ഇല്ലെങ്കിൽ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത ഒരാളെ നമ്മൾ ഫോണിൽ വെച്ച് സംസാരിക്കും. ആ ഫോണ് ഒരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഒരു സെൻഡർ ഉണ്ട്, സെൻഡർക്ക് ഒരു മെസ്സേജ് ഉണ്ട്, മെസ്സേജ് പാസ് ചെയ്യാൻ നമുക്കൊരു മീഡിയം ഉണ്ട്. ഒന്നുകിൽ ഫോണിൽ സംസാരിക്കുന്നതായാലും മറ്റാൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ ഏത് മീഡിയത്തിലാണോ സംസാരിക്കുന്നത് അത് പോയിട്ട് നമ്മളുടെ റിസീവർ ആരാണോ അത് കേൾക്കേണ്ടത് അയാൾക്ക് കിട്ടുന്നു, അയാൾ അത് കേൾക്കുന്നു, അയാൾ അതിനനുസരിച്ചുള്ള ഒരു ഫീഡ്ബാക്ക് തരുന്നു. ആ ഫീഡ്ബാക്ക് വീണ്ടും സെന്ററിൽ പോകുന്നു. അന്നേരം സെന്റർ ഒന്നും കൂടിയും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആക്കിയാലോ വീണ്ടും. ഇതാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ. ഒരു സെൻഡർ ഉണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്, അത് പാസ് ചെയ്യാനുള്ള മീഡിയം ഉണ്ട്, അതൊരു റിസീവർ ഉണ്ട്, റിസീവർ ഫീഡ്ബാക്ക് കൊടുക്കുന്നു, വീണ്ടും സെൻഡറിലേക്ക് എത്തുന്നു. ഇതാണ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ പാറ്റേൺ. ഓക്കെ, അപ്പോ there are different types of communication. നമ്മൾ കമ്മ്യൂണിക്കേഷനെ കുറച്ച് കൂടുതൽ ഡെപ്ത് ആയിട്ട് നോക്കുക കേട്ടോ. there are different types of communication based on ചാനലും based on purpose ആണ്. ചാനൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതായത് നമുക്ക് പറയുന്നതുണ്ട് അല്ലെ, നമ്മൾ പറയുന്നതുണ്ട്, നമ്മൾ എഴുതുന്നതുണ്ട്, ഇതൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു കത്ത് എഴുതുക, കത്ത് എഴുതിയിട്ട് മറ്റേയാൾക്ക് അത് കിട്ടുമ്പോ എന്താണ്, ലൈല ഇപ്പൊ അതാണ് ചിന്തിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുക. റൈറ്റ്, നമ്മൾ കത്ത് എഴുതുമ്പോഴും അതാണ് മനസ്സിലാകുന്നത്, നമ്മൾ പറയുമ്പോഴും നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. there is something called നോൺ വെർബൽ ഓൾസോ. നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെ വായിന്ന് ഒരു അക്ഷരം വരൂല, വെർബൽ അല്ല. നമ്മളെ വായിന്ന് ഒരു അക്ഷരം, ഒരു സൗണ്ടും ഉണ്ടാവില്ല, പക്ഷെ നമ്മളുടെ കണ്ണ്, നമ്മളുടെ കൈകള്, നമ്മളെ ബോഡി എല്ലാം ഒരു സംഭവം വർത്താനം, ഒരു രീതിയിൽ വർത്താനം പറയുന്നുണ്ട്. സിമ്പിളായി പറഞ്ഞാല് നമ്മൾ പറയാതെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാം അല്ലെ. പറയാതെ പറയുന്നത് നമ്മൾ പറയൂലായിരിക്കും, പക്ഷെ നമ്മൾ ആ ഒരു ആക്ഷനിൽ നിന്ന് മറ്റേയാൾക്ക് മനസ്സിലാവും ഇയാള് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അത് വരുന്നത് നോൺ വെർബലാണ്.
ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങളോട് എന്താ സംസാരിക്കുന്നത്? ഞാൻ വെർബൽ, ഓറലും ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ എന്റെ കൈയും എന്റെ കണ്ണും എന്റെ മുഖവും ഒക്കെ വർത്താനം പറയുന്നുണ്ട്. ടോട്ടൽ ആയിട്ടുള്ള ഒരു വർത്താനാണ് ഞാനിപ്പോ ഇവിടെ പറയുന്നത്. ഓക്കെ, ബേസ്ഡ് ഓൺ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഫീസിൽ സംസാരിക്കുന്ന പോലെയല്ല നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത്, ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇതാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് ഓർ എനിത്തിങ്. ഓക്കെ, ഇനി സൈക്കോളജിസ്റ്റ് ആയ ആൽബർട്ട് മെഹ്റാബിയൻ കണ്ടുപിടിച്ച ഒരു കമ്മ്യൂണിക്കേഷൻ മോഡലായത്. അതായത് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ സംസാരിക്കുന്ന ഒരു വിഷയമില്ലേ, ആ ഒരു സംസാരിക്കുന്ന ആ ഒരു വിഷയം നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ പറയുന്ന ഈ വേർഡ്സിനാണ് പവർ ഉള്ളത് എന്ന്. ഒരിക്കൽ നമ്മൾ പറയുന്ന വേർഡ്സിന് 7% മാത്രമേ പവർ ഉള്ളൂ. 38%ഉം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ വോയിസ് മോഡുലേഷനെയാണ് ശക്തി. നമ്മളെ വോയിസ് നമ്മൾ ഭയങ്കര ലോ വോയിസ് ആയി പറയുന്ന, ഹൈ വോയിസ് ആയി പറയുന്നതിൽ 38% ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ 55%ഉം നമ്മളെ സംസാരത്തിന്റെ 55% പവറും കൊടുത്തിരിക്കുന്ന ആർക്കാന്നറിയോ? നമ്മളുടെ ബോഡി ലാംഗ്വേജിനാണ്. അതായത് ഇപ്പൊ ഷെരീഫ് സാർ പോയിട്ട് ക്രിപ്റ്റോനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോ ക്രിപ്റ്റോ വളരെ നല്ലൊരു സംഭവമാണ്, ഭാവിയിൽ ക്രിപ്റ്റോ ഒക്കെ തന്നെയല്ലേ വരാൻ പോകുന്നത്, പണ്ട് ബാർട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നില്ലേ, പിന്നെ ഇത് ഫിയാറ്റ് സിസ്റ്റം ആയി, ഡു യു തിങ്ക് കുറച്ച് കഴിഞ്ഞാൽ ഫിയാറ്റ് സിസ്റ്റം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇനി ഡിജിറ്റൽ കറൻസി ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? ഡിജിറ്റൽ കറൻസി എന്ന് പറഞ്ഞാൽ എന്താ? ക്രിപ്റ്റോ തന്നെ അല്ലേ? ഇനി അങ്ങോട്ട് പോകുമ്പോൾ ക്രിപ്റ്റോ വരാൻ പോവല്ലേ എന്ന് പറഞ്ഞ് കണ്ണിൽ നോക്കി ഈ രീതിയിൽ സംസാരിക്കുന്നതും, പണ്ട് വാട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നല്ലോ, പിന്നെ അങ്ങനെയൊക്കെ മല്ലനെ പിന്നെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായപ്പോ പിന്നെ നോട്ടൊക്കെ ഇറക്കി, പിന്നെ ഇപ്പൊ സ്ലോലി ക്രിപ്റ്റോ ഒക്കെ ഇങ്ങനെ വരും, ക്രിപ്റ്റോനെ അങ്ങനെ നമ്മൾ വിശ്വസിക്കണല്ലോ അല്ലേ എന്നൊക്കെ പറയുന്നതും, ആ ബോഡി ലാംഗ്വേജിലെ വ്യത്യാസം തന്നെ ആൾക്കാർക്ക് എഫക്റ്റ് കുറയാനും കൂടാനും സാധിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പൊ ക്രിപ്റ്റോനെ കുറിച്ച് സംസാരിച്ചപ്പോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന എനിക്ക് ക്രിപ്റ്റോനെ കുറിച്ച് എന്തൊക്കെയോ അറിയാമെന്ന്. ഒരു കുന്തും അറിയില്ല, കുറച്ച് എന്തോ കേട്ടതേ ഉള്ളൂ. പക്ഷെ എന്റെ ബോഡി ലാംഗ്വേജിൽ ഞാൻ നിങ്ങളോട് ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ലൈല മാം മൊത്തം ക്രിപ്റ്റോയില് മുങ്ങി കുളിച്ചിട്ട് വന്ന ഒരാളാണെന്ന് നിങ്ങൾ വിചാരിക്കും. ദാറ്റ് ഇസ് ബോഡി ലാംഗ്വേജിന്റെ പവറാണത്. അപ്പൊ നിങ്ങൾ എന്ത് സംസാരിക്കുമ്പോഴും നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കൃത്യമായിരിക്കണം, ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല സംസാരിച്ചു. വൈ? ബിക്കോസ് 55% ഷെയറും ഈ കമ്പനിയുടെ ഷെയർ എന്നൊക്കെ പറയില്ലേ, അതേപോലെ അത് കൊടുത്തിരിക്കുന്നത് നമ്മളെ ബോഡി ലാംഗ്വേജിലാണ്. ഓക്കെ, അപ്പൊ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ പെടും നിങ്ങൾക്കറിയോ? ഫസ്റ്റ് തിങ്, ദ വേ യു ഡ്രസ് അപ്പ്. കാരണം നമ്മൾ പറയും ജഡ്ജ്മെന്റൽ ആവരുത്, ഡോണ്ട് ദിസ് വൺ എന്താണ് ബുക്കിന്റെ കവർ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ബുക്കിനെ ജഡ്ജ് ചെയ്യരുത് എന്നൊക്കെ നമ്മൾ പറയും മക്കളെ. പക്ഷെ നമ്മള് സാധാ മനുഷ്യന്മാരാ. ഒരാളെ കാണുമ്പം തന്നെ അവര് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കാണുമ്പോൾ നമ്മളെ മനസ്സ് പറയും ഇത്ര വില കൂടിയ ഡ്രസ്സ് പണക്കാരനാ, നല്ലോണം ഉണ്ട്. പാവ, അയാൾ എല്ലാം വിറ്റിട്ട് ചിലപ്പോ ആ ഡ്രസ്സ് വാങ്ങിയതായിരിക്കും. അയാൾക്കൊരു എൻ്റെ ഒരു സെൽഫ് ലവ് ഉണ്ടല്ലോ, എനിക്കത് വാങ്ങിച്ചു കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ എൻ്റെ ഉള്ളതൊക്കെ വിറ്റിട്ട് ഞാനത് വാങ്ങും. പക്ഷെ മറ്റുള്ളവർ കാണുന്നു പൂത്ത പണം ഉണ്ട് കയ്യില്, വെറുതെ ഒന്നല്ല, അംബാനിയാന്നാ വിചാരം. ഇനി പോട്ടെ, നമ്മുടെ മക്കളെ നല്ല രീതിയിൽ ഒന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്നുണ്ടെങ്കിൽ തന്നെ ആ രീതിയിലല്ലേ നമ്മുടെ നാട്ടിൽ സംസാരിക്കുക. നോ, അത് അവരുടെ സന്തോഷം കൊണ്ട് ചെയ്യുന്നതായിരിക്കും, അല്ലാണ്ട് ഒരുപാട് പൈസ കൊണ്ട് ചെയ്യുന്നതായിരിക്കൂല. ഇല്ല, വി ജഡ്ജ് ദം. അപ്പൊ നമ്മൾ എത്ര ജഡ്ജ്മെന്റൽ അല്ല എന്ന് പറഞ്ഞാലും ഡ്രസ്സിന്റെ കാര്യത്തിൽ ഐ എം ടെല്ലിങ് യു ദാറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് പീപ്പിൾ ലുക്ക് ബോഡി ലാംഗ്വേജിൽ, ദ വേ യു ഡ്രസ് അപ്പ്. അടുത്തത്, ദ വേ യു യൂസ് യുവർ ഹാൻഡ്സ്, the way you shake your hands. നമ്മളെ കണ്ണിൽ നോക്കാതെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ നമ്മളെ കോൺഫിഡൻസ് ലെവൽ അവർക്ക് മനസ്സിലാവും. ഈ പറയുന്നതിൽ ഒരു കോൺഫിഡൻസും ഇല്ല കേട്ടോ, റൈറ്റ്? നമ്മളെ കണ്ണിന്റെ അനക്കം, നമ്മളുടെ വേ ഓഫ് വാക്കിംഗ്, നമ്മളെ നടത്തം, നമ്മളെ പോസ്ചർ, നേരെ നിൽക്കുന്നത്, നമ്മളെ ഫേഷ്യൽ എക്സ്പ്രഷൻ. അതായത് ഇപ്പൊ നമ്മൾ ഒരാൾ ചോദിക്കുക എങ്ങനെയുണ്ട് ഈ ഒരു പുസ്തകം എങ്ങനെയുണ്ട്, നല്ലതാണോ വായിക്കാൻ? അപ്പൊ ഞാനിങ്ങനെ നല്ലതാ. എന്റെ വേർഡ് വന്നത് എന്താ? നല്ലതാ. പക്ഷെ എന്റെ മുഖത്ത് വരാം നല്ലതാ. അപ്പൊ തന്നെ മനസ്സിലാവും ഏകദേശം നടുക്കിടക്കുന്ന ഒരു സംഭവമാണെന്ന്. കാരണം നമ്മൾ എക്സ്പ്രഷൻ വേറൊരു ഭാഷ സംസാരിക്കുന്നുണ്ട്.
So when you go for a meeting or anything, first and foremost, body language ശരിയല്ലെങ്കിൽ അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. സോ ദാറ്റ് ഈസ് ബോഡി ലാംഗ്വേജ്. ബോഡി ലാംഗ്വേജ് കഴിഞ്ഞാൽ അടുത്തത് എന്തായിരുന്നു? 38% നമ്മുടെ വോയിസ് മോഡുലേഷൻ എന്നാ പറഞ്ഞത്. റൈറ്റ്? വോയിസ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സംസാരിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വോയിസ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാൻ. വോയിസ് മോഡുലേഷനിൽ നമ്മൾ വോയിസിന്റെ വോളിയം നോക്കണം, പിച്ച് നോക്കണം, ടോണ് നോക്കണം, പേസ് നോക്കണം എന്ന് പറയുന്നതും, നേരെ തിരിച്ചിട്ട് വോയിസ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പിച്ച്, നിങ്ങളെ വോളിയം കൂട്ടലും കുറയ്ക്കലും. അതായത് നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം, അതായത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാം റോട്ടില്, ആഫ്റ്റർ മെനി ഇയേഴ്സ്. ഞാൻ അവളോട് ഇപ്പൊ റസീനെ തന്നെ ഞാൻ കാണാന്ന് വിചാരിക്കുക റോട്ടില്. ഓക്കെ, ഞാൻ പ്രതീക്ഷിച്ചില്ല അവളെ കാണുമെന്ന്. അപ്പൊ ഞാൻ പോയിട്ട്, റസീന നീ എന്താ ഇവിടെ, സുഖല്ലേ എന്ന് പറയുന്നതോ, ഞാൻ അവളെ കാണുമ്പോ റസീന യു ആർ ഹിയർ, നീ എന്താ ഇവിടെ എന്ന് പറയുമ്പോ ആ മറ്റേയാൾക്ക് ഫീൽ ചെയ്യുന്ന എനർജിയിൽ വ്യത്യാസമുണ്ട്. മറ്റേയാൾക്ക് ഫീൽ ചെയ്യുന്ന ഇവളുടെ ആ ഒരു സ്നേഹത്തിന്റെ ബന്ധം എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. റൈറ്റ്? അപ്പൊ നമ്മളുടെ പിച്ചും വോളിയും കണക്കാക്കിയിട്ട് യൂസ് ചെയ്യണം. അതേപോലെ നമ്മളെ ടോണ്, നമ്മൾ ചില സമയത്ത് പറയും നീ ചെയ്തോ, ഇത് ചെയ്യട്ടെ, നീ ചെയ്തോ, വേർഡ് എന്താ? നീ ചെയ്തോ തന്നെയാണ്. പക്ഷെ നീ ചെയ്തോ അതേ കാര്യം നമുക്ക് ടോണ് മാറ്റിയിട്ട് ഇതിന്റെ അർത്ഥം മാറുന്നുണ്ട്. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ വിത്ത് യുവർ വോയിസ് മോഡുലേഷൻ. പോസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആവശ്യം ഉള്ളിടത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടണം. ബ്രേക്ക് ചവിട്ടിയില്ലെങ്കിൽ പണ്ട് ഒരാളെ തൂക്കിക്കൊന്ന കഥ ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറഞ്ഞു നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ആ ഒരു കഥ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ടെലിഗ്രാം ഒക്കെ അയച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എന്താ പഠിച്ചോനെ ഇത് എത്രാമത്തെ പ്രാവശ്യം ഇത് കേൾക്കുന്നതെന്ന് പറയുന്നതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഈ പോസ് എന്ന് പറഞ്ഞാല് ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടാം, വീണ്ടും തിരിച്ചു വരാം. അപ്പൊ എന്താണെന്നറിയോ? ആ ബ്രേക്ക് ചവിട്ടുമ്പോൾ ആ ഒരു സെന്റൻസ് കഴിഞ്ഞിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഒക്കെ വരുമ്പോൾ ആ സെന്റൻസിന് ഒരു അർത്ഥമില്ലേ? ആ സെന്റൻസിന്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കുന്നത് പോലെയാണ് നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് ഒരു പോസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, പേസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഭയങ്കര സ്പീഡില് ഞാൻ ഇന്നലെ പോയപ്പോ ഇങ്ങനെ ഉണ്ടായിട്ട് പിന്നെ ഇങ്ങനെ അപ്പൊ നമുക്ക് മനസ്സിലാവും ആൾക്ക് എന്തോ വെപ്രാളം ഉണ്ടല്ലോ, എന്തോ ഒരു പേടി ഉണ്ടല്ലോ, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ, നമുക്കതൊന്നും മനസ്സിലാവുന്നില്ല. ദാറ്റ് ഈസ് കോൾഡ് പേസ്. ആവശ്യത്തിനനുസരിച്ച് ഒരു സ്പീഡ് കൂട്ടാ കുറക്കുക, കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്പീഡിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നതാണ് പേസ് എന്ന് പറയാം. ഇതൊക്കെയാണ് വോയിസ് മോഡുലേഷൻ എന്ന് പറഞ്ഞ സംഭവത്തിൽ വരുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മളുടെ കോഴ്സ് ത്രൂ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്ന സംഭവം ബോഡി ലാംഗ്വേജും വോയിസ് മോഡുലേഷനും ഒക്കെ. കാരണം ഇത് പഠിച്ചെടുത്താലേ നമ്മളുടെ ആൽബർട്ട് മെഹ്റാബിയൻ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിക്കേഷന്റെ എത്ര പെർസെന്റേജ് ആയി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഓക്കെ, അപ്പോ ഞാൻ നിങ്ങൾക്ക് ഇനി ഒരു ആക്ടിവിറ്റി തരാം. ആരെങ്കിലും ഒരാള് ഇതൊരു ഡയലോഗ് ആണ് കേട്ടോ, ഈ ഒരു ഡയലോഗ് ഒന്ന് വായിക്കോ? ഇതൊരു ഡയലോഗ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പ്രഷനോ ഫീലിങ്ങോ ഇമോഷനോ എന്തിട്ടിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് പറയാൻ തോന്നുന്നത് ഒന്ന് പറയോ? എനിബഡി? ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ? ഗുഡ്. എനിബഡി എൽസ്? താങ്ക് യു സോ മച്ച്. എനിബഡി എൽസ്? സോറി, അല്ല പറഞ്ഞോ. ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ? ആരാണ് അത്? അടിപൊളി വോയിസ് മോഡുലേഷൻ ഒക്കെ യൂസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടല്ലോ. എന്താ അത്? പേരും കൂടി പറയ്. കേട്ടില്ല. ഖദീജ തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. വേറൊരാളും കൂടിയും പറയോ? ശരി സാർ, എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കുക? ഞാൻ ഇതിൽ എന്ത് ഇമോഷൻ ഇടും? ഞാനൊന്ന് ചിന്തിക്കട്ടെ. പറഞ്ഞോളൂ. ഞാൻ പറയാം മാം. പറയൂ. ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ? ഓക്കെ, പറയട്ടെ. ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ? ഓ സോ സ്വീറ്റ്. എനിക്ക് എന്നെ പോയിട്ട് സ്നേഹിക്കാൻ തോന്നുന്നു.
അടുത്ത ഒരാളും കൂടി. ഞാൻ പറയട്ടെ. ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ? സൂപ്പർ. ഹൂ ഇസ് ദാറ്റ്? പേര് പറയൂ. ബഷീർ. ബഷീർ സർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇവിടെ കുറെ പേരുടെ ഇമോഷൻസും കുറെ പേര് ഈ ഡയലോഗ് പറയുന്നതും ഒക്കെ നമ്മൾ കേട്ടു അല്ലേ? ഈ ഡയലോഗ് ദശരഥം എന്ന് പറഞ്ഞ സിനിമയില് മോഹൻലാല് പറഞ്ഞൊരു ഡയലോഗാ ക്ലൈമാക്സില്. നമുക്കൊന്ന് അത് ഇനി ഒന്ന് കേട്ട് നോക്കിയാലോ? നിങ്ങളത് കേൾക്കുമ്പോ എന്തൊക്കെ നോക്കണം എന്നറിയോ? എങ്ങനെയാണ് ഈ ഒരു ഡയലോഗ് മോഹൻലാൽ പറയുമ്പോ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്തതും വോയിസ് മോഡുലേഷൻ യൂസ് ചെയ്തതും നോട്ട് ചെയ്യാട്ടോ. ഓക്കെ, സൗണ്ട് വരുന്നുണ്ടല്ലോ അല്ലെ? റസീന, സൗണ്ട് വരുന്നില്ലേ? ഇല്ല ഇല്ല. ഇല്ലല്ലോ. ഡയലോഗ് ഞാൻ പറയണോ? ആരാ ഡയലോഗ് പറയാൻ റെഡി ആയിട്ട് ഇപ്പൊ ഇരുന്നത്? ഷെരീഫ് സാറാണ്. ആ, പറയൂ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞാണ്. എന്റെ ഇത് വെച്ചോളൂ. അല്ലല്ല, പറഞ്ഞോളൂ. ഇത് നമ്മളെ കമ്മ്യൂണിറ്റിയാണ്. ഇത് നമ്മളെ കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മളുടെ പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്സ് ഒക്കെ നടക്കുന്നത്. പറഞ്ഞോ. ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല, അതാണ് പ്രശ്നം. വലിയ അടിപൊളിയായിട്ട് പറഞ്ഞു. അല്ല, ഇത് കാണുമ്പോ ഇത് ഈ ഒരു ഡയലോഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ തോന്നുന്നത്? എന്ത് ഫീലിംഗ് ആ വന്നത്? സാഡ്. സെന്റിമെന്റ്സ്. യെസ്. സെന്റിമെന്റ്സ്. അപ്പൊ നമുക്ക് മോഹൻലാലിന്റെ ഡയലോഗിലേക്ക് തന്നെ പോകാം. വോയിസ് ഷെയർ ആയിട്ടില്ലല്ലോ ലീല. ഇല്ല അല്ലേ? വോയിസ് ഷെയർ ആവുന്നില്ല? ഷെയർ ആയിട്ടില്ല. അതെന്താ പറ്റി? ഇതില് പ്രോപ്പർ ആയിട്ട് വരുന്നുണ്ടല്ലോ. ആ ഷെയർ സ്ക്രീനിന്റെ കൂട്ടത്തില് ആ, വോയിസ് ഷെയർ ഒന്ന് ചെയ്ത് നോക്കും. ഷെയർ ആയിട്ടുണ്ടല്ലോ ഇവിടെ. ഇപ്പോഴും ഇല്ല? ഇവിടെ ഷെയർ ആയില്ല. ഏത്? ഇവിടെ വന്നില്ല മാം. സൗണ്ട് വരുന്നില്ല. എന്തൊരു വീഡിയോ കാണുന്നുണ്ട്. വീഡിയോ കാണാം. പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യ്. ആദ്യം നമുക്ക് വീഡിയോ ഒന്ന് കാണാം. അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത് ഇതിന്റെ വോയിസ് മോഡുലേഷൻ മനസ്സിലാവുന്നുണ്ടോ നോക്കാലോ. അതെ അതെ. ഭയങ്കര ആക്ടിവിറ്റി ആയിരുന്നു. അതാണ് ഡയലോഗ്. ഇനി ആ ഫീലിങ്ങോട് കൂടിയിട്ട് ഒരാൾക്ക് ഒരു അവസരമുണ്ട്. ആ ഒരു ഫീലിംഗിൽ ഈ ഒരു ഡയലോഗ് ഒന്ന് പറഞ്ഞേ, വിത്ത് വോയിസ് മോഡുലേഷൻ. ആനി മോനെ സ്നേഹിക്കുന്നത് പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാമോ? ഗുഡ്. ഇതിന്റെ ഓഡിയോ എന്തുകൊണ്ടാ പ്ലേ ചെയ്യാത്തേന്ന് ഞാനൊന്ന് നോക്കാം. അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം. ഇതിലൊക്കെ കറക്റ്റ് ആയിട്ടാ കാണിക്കുന്നത്. എവിടെയോ ടെക്നിക്കൽ ഗ്ലിച്ച് ആയിരിക്കും. എനിവേസ്, ഞാൻ ആ വോയിസ് മാത്രം വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോ നമ്മളിപ്പോ കണ്ട വാട്ട് ഈസ് പബ്ലിക് സ്പീക്കിംഗ് എന്നും ആർക്കാണ് പബ്ലിക് സ്പീക്കിംഗ് എന്നും പബ്ലിക് സ്പീക്കിംഗ് എന്തുകൊണ്ടാണ് നമ്മൾ ഫിയർ ചെയ്യുന്നതെന്നും എന്തൊക്കെ കേട്ടിരുന്നോ? കേൾക്കുന്നുണ്ടോ? ഒന്നും കൂടി പ്ലേ ചെയ്യോ? സ്നേഹിക്കുന്ന പോലെ മാഗിക്ക് എന്നെ സ്നേഹിക്കാം. മനസ്സിലായോ? ആ ഫീലിംഗ് മനസ്സിലായോ? നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? മോഹൻലാൽ എങ്ങനെയാ പറഞ്ഞത്? മോഹൻലാലിന്റെ ബോഡി ലാംഗ്വേജ്, അതേ വിഷയം സംസാരിക്കുമ്പോൾ ആ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടോ?
See how much of body language, ആ facial expression, ആ hand gestures, ആ eye contact, ഇതൊക്കെ പബ്ലിക് സ്പീക്കിംഗിൽ നമ്മൾ വരുമ്പോൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പെടുന്ന സംഭവം. സോ ഇതൊക്കെയാണ് നമ്മൾ ജൂലൈ 11th സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഹൗ ടു ഓവർകം യുവർ ഫിയർ. ആ സ്റ്റേജിൽ കയറുമുള്ള ആ ഫിയർ എങ്ങനെ ഓവർകം ചെയ്യണമെന്നും ഒരു പബ്ലിക് സ്പീക്കിങ്ങിന്റെ സ്ട്രക്ചർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ട്രക്ചർ എന്താണെന്നും എങ്ങനെ ആ കോൺഫിഡൻസ് നമുക്ക് വരുത്തിക്കാമെന്നും എങ്ങനെ ആയിരിക്കണം നമ്മളെ ബോഡി ലാംഗ്വേജ്, നമ്മളെ വോയിസ് മോഡുലേഷനും ഇത്രയും സ്കിൽസ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മളുടെ ഈ ഒരു കോഴ്സ് ത്രൂ നമ്മൾ കടന്നു പോകുമ്പോൾ പഠിക്കുന്നത്. അത് മാത്രമല്ല, ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇന്റർവ്യൂ സ്കിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം എന്താ, ഇന്റർവ്യൂവിന് പോകുമ്പോഴും നമ്മുടെ ബോഡി ലാംഗ്വേജ്, വോയിസ് മോഡുലേഷനും നമ്മളുടെ ആ ഒരു തിങ്കിങ് ഒക്കെ മാറാനുണ്ട്. അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത ഒരു അടിപൊളി 7 days ക്രിസ്പ് ആൻഡ് സ്മോൾ ആൻഡ് കൺസൈസ് ആയിട്ടുള്ള പവർഫുൾ സെഷൻ ആണ് ജൂലൈ 11th സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് വിൽ ബി അറ്റ് 8 PM. ഓക്കെ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാം. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് ഐ ഹോപ്പ് ഞാൻ നിങ്ങളുടെ ഉച്ച സമയം വേസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഐ ആം എൻഡിങ് നൗ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. Thank you, ma'am. എന്താണ് താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എന്താണ് പബ്ലിക് സ്പീക്കിംഗ് എന്നും അതിന്റെ ഒരു ഗുണവും കാര്യങ്ങളും ഒക്കെ പിടികിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനിബഡി? ഷെരീഫ് സർ, ഷെരീഫ് സാറിന്റെ ബിസിനസ്സിൽ പബ്ലിക് സ്പീക്കിംഗ് എങ്ങനെയാണ് ഗുണം ചെയ്യുക? എന്റെ ബിസിനസ്സിൽ ഓൾറെഡി അടിപൊളിയായിട്ട് ഗുണം ചെയ്യും. ഞാൻ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അന്നുകൂടിയും എനിക്കൊന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ട്രെയിനർ ആവുന്നതാണ് ഒരു സ്കിൽ എന്റെ ഉണ്ട്. അതൊന്ന് ഡെവലപ്പ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തോടെ ഞാൻ വന്നു. യെസ്. അപ്പൊ എനിക്കറിയേണ്ടതിൽ നമുക്കത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സർട്ടിഫിക്കേഷൻ വല്ലതും സർട്ടിഫിക്കേഷൻ ഉണ്ട്. സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ കറന്റ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ നമ്മൾ ഓഫ്ലൈനിൽ വെച്ചിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. നമ്മളെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന എല്ലാ സ്റ്റുഡൻസും കൂടിയും സെപ്റ്റംബർ ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഒരു സ്ഥലത്ത് എത്തിച്ചേരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. So we'll be having a grand offline session on that day. അതെ, അടിപൊളി. ഓഫ്ലൈൻ കൂടി വന്നാലേ അടിപൊളി ആവുള്ളൂ. യെസ്, അപ്പൊ ഓഫ്ലൈൻ ആയിട്ടും കൊണ്ടുവരുന്നുണ്ട്. താങ്ക് യു. താങ്ക് യു. നമ്മുടെ ഗ്രൂപ്പില് സംശയങ്ങളൊക്കെ ചോദിച്ചവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ക്വറീസ്, ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. എനി ഡൗട്ട്സ്? നമ്മള് അന്ന് പ്രോഗ്രാമിൽ കയറാത്ത ദിവസങ്ങളിൽ റെക്കോർഡ് വെർഷൻ തരുമോ? റെക്കോർഡ്സ് നമ്മൾ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചാനൽ സാർ ചോദിക്കുന്നത് കോഴ്സിൽ കയറിയിട്ട് സപ്പോസ് കയറാൻ പറ്റിയില്ലെങ്കിൽ അത് കയറിയവർക്കും കയറാത്തവർക്കും നമ്മൾ റെക്കോർഡ് സെഷൻ കൊടുക്കുന്നുണ്ട്. കാരണം എന്താ, ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മൾ പെട്ടെന്ന് എഴുതാൻ പറ്റാത്ത, നമുക്ക് ഒന്നും കൂടി കേട്ടിട്ട് ഒന്ന് എഴുതി വെച്ചാവുമെന്ന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ തോന്നുമല്ലോ. അപ്പൊ നമ്മൾ ലൈഫ് ലോങ് റെക്കോർഡ് സെഷൻസ് കൊടുക്കുന്നുണ്ട്. യെസ്, എനിബഡി? നിങ്ങളുടെ ഉച്ച എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ഉച്ച സൂപ്പർ. അപ്പൊ എല്ലാ സൺഡേയും ഉച്ചക്ക് നമുക്ക് കുറച്ച് ഇങ്ങനത്തെ സ്കിൽസ് ഒക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താലോ? അടിപൊളി. ഏത് പോസ്റ്റ് സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുമോ? സൂപ്പർ, മനസ്സിൽ വെച്ചിരിക്കുന്നുണ്ടല്ലേ? ഓക്കെ, അതെന്താ സംഭവം എന്നറിയോ? പണ്ട് ഈ ടെലിഫോണ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. പണ്ട് വേ ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് എന്തായിരുന്നു? ടെലിഗ്രാം ആയിരുന്നു. ടെലിഗ്രാം അയക്കാൻ. ഓക്കെ, അപ്പൊ ടെലിഗ്രാം അയക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാ സെൻഡ് ചെയ്യാം. ഓക്കെ, ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യം എഴുതണം അല്ലെ? കൃത്യമായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ അർത്ഥം മാറും എന്നൊക്കെ പറയുന്നില്ലേ? അതില് നമ്മളുടെ ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്രിമിനലിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പിറ്റേ ദിവസം രാവിലെ 5 മണിക്കാണ് ഇയാളെ തീരുമാനിച്ചത് തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട്. ഇയാളാണെങ്കിൽ ദയാഹർജിയൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ലാസ്റ്റ് മൊമെന്റ് ഉണ്ടല്ലോ, നമ്മളുടെ ഗവൺമെന്റിന് ഒരു തോന്നല്, ആ പാവം പോയിക്കോട്ടെ. അപ്പോ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ടെലിഗ്രാം അയച്ചു. എന്താ? ഹാങ് ഹിം നോട്ട് ലീവ് ഹിം. ഓക്കെ, ഹാങ് ഹിം നോട്ട് ലീവ് ഹിം.
അപ്പൊ അതില് ഈ സെന്റൻസിൽ ഒരു കോമ വരുന്നുണ്ട്. അതായത് ഹാങ് ഹിം കഴിഞ്ഞിട്ട് ആ പറഞ്ഞ ജഡ്ജി എന്താ പറഞ്ഞ, ഹാങ് ഹിം നോട്ട്, അയാളെ തൂക്കി കൊല്ലരുത്, കോമ ലീവ് ഹിം, അയാളെ വിടൂ. അതാണ് അതിന്റെ അർത്ഥം. തൂക്കി കൊല്ലണ്ട, കോമ അയാളെ വിടൂ. ഈ ടൈപ്പ് ചെയ്ത മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാം? ഈ ഹാങ് ഹിം നോട്ട് കഴിഞ്ഞിട്ട് കോമ ഇടുന്നതിന് പകരം ഹാങ് ഹിം കോമ നോട്ട് ലീവ് ഹിം, ഇവനെ തൂക്കിക്കൊല്ല്, ഒരു കാരണവശാൽ ഇവനെ വിടരുത് എന്നായിപ്പോയി. കോമ ഒന്ന് മാറിയതാ, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. വേർഡ്സ് ഒക്കെ കറക്റ്റ് ആണ്. ആ പോസ് ഇല്ലേ, ആ വായിക്കുമ്പോ ഒരു പോസ് വരുമല്ലോ, ആ ഒരു കോമ ഇടുമ്പോ ഹാങ് ഹിം നോട്ട് ലീവ് ഹിം, തൂക്കിക്കൊല്ലടാ അവനെ തീരുമാനിച്ചു. അവിടെ ഒരു കോമ കാരണം ആ മനുഷ്യന്റെ ജീവിതം പോയില്ലേ. അതേപോലെയാണ് നമ്മൾ സംസാരിക്കുമ്പോ നമ്മൾ എവിടെയാണോ പോസ് ചെയ്യുന്നത് അർത്ഥം മാറും. ഒരു സിനിമയില് സിദ്ദീഖ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അവൻ വലിയ തറവാടിയാണ്. അതാണ് ഡയലോഗ് ആക്ച്വലി. അവൻ വലിയ തറവാടിയാണ്. പക്ഷെ തറവാടി എന്ന് പറയുന്ന സമയം ഒരു തുമ്മൽ വന്നു. ഓക്കെ, അപ്പൊ അവൻ പറഞ്ഞു അവൻ വലിയ വാടിയാണ്. അപ്പൊ എന്ത് സംഭവിച്ചു? അവൻ വലിയ തറയോ? തറ. ഓക്കെ. അപ്പൊ പോസ് ഇല്ലേ, ആ പോസ് നമ്മൾ എവിടെ ഇടുന്നോ അർത്ഥം മാറുന്നുണ്ട്. തറവാടി എന്ന് പറഞ്ഞ ആ വേർഡിന്റെ നടുക്ക് കൊണ്ടുപോയിട്ട് ഒരു പോസ് ഇടുമ്പോ തറയാവുന്നുണ്ട് തറവാടി. ഇപ്പൊ മനസ്സിലായോ പോസിന്റെ സ്റ്റോറി? Okay, ma'am. Okay. താങ്ക് യു. Thank you, ma'am. താങ്ക് യു ഡിയർ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കോഴ്സ് നമ്മള് 11-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 7 days സ്പെഷ്യൽ ബാച്ച് ആണ്. നമ്മൾ യൂഷ്വൽ ബാച്ച് 40 days ആണ്. അതൊരു ലോങ് ആണ്. കുറേ പേര് പറഞ്ഞു നമുക്കൊരു ചെറിയ കുഞ്ഞ് രീതിയിൽ 7 days ഒതുക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതേപോലെ സ്ട്രോങ് കണ്ടന്റ് 7 days ഒതുക്കിയിട്ട് നിങ്ങളെ കൊണ്ട് 30 days ബാക്കപ്പ് ഉണ്ടാവും കേട്ടോ. 30 days നമ്മൾ കൂടെ തന്നെ ഉണ്ടാവും, പിന്നെയും കൂടെ ഉണ്ടാവും. പക്ഷെ 30 days നിങ്ങൾക്ക് വേറെ സമയം സ്പെഷ്യൽ ആയിട്ട് തന്നെ തരുന്നതായിരിക്കും. ഇല്ലെങ്കിലും അതിനുശേഷം ആക്ച്വലി നമ്മളെ സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അവർ പറയും ഇപ്പോഴും അവര് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്, ഇത് ഇങ്ങനെ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഉത്തരം കൊടുക്കാൻ വേണ്ടി ഇവിടെ തന്നെ ഉണ്ട്. ഹൂ ഇസ് ദേർ? ഫസീലത്ത് മാം, ആർ യു ദേർ? ഫസീലത്ത് മാം, ഫസീലത്ത് ആർട്ടി നമ്മളുടെ സ്റ്റുഡന്റ് മാം അല്ലേ അല്ലേ? ആള് ബിസിയാണെന്ന് തോന്നുന്നു. യെസ്. വേറെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ എത്രാമത്തെ ബാച്ചാണ് മാം ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? ഇത് 6th. നമ്മൾ ഇതുവരെയുള്ള ബാച്ചിൽ എല്ലാം നമ്മൾ ഇങ്ങനെ 40 days 60 days ഒക്കെ വലിയ കോഴ്സാണ് കൊടുത്തത്. ബിക്കോസ് അതിൽ നമ്മൾ ഒരുപാട് ടെക്നിക്കൽ സൈഡും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന മോർ ഓഫ് സ്പീക്കിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും സംസാരിക്കാനുള്ള എങ്ങനെ അത് ക്രാഫ്റ്റ് ചെയ്യണമെന്നും ആ ഒരു കണ്ടന്റ് പറയുമ്പോൾ എന്തൊക്കെ സൂക്ഷിക്കണോ, നമ്മുടെ ബോഡി ലാംഗ്വേജ്, വോയിസ് മോഡുലേഷൻ, ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ കാര്യമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസിന് ഇതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാരണം 7 ദിവസം കൊണ്ട് കാര്യം പിടികിട്ടുമല്ലോ. പിന്നെ മെയിൻ തിങ്, യൂട്യൂബ് ചാനൽ കണ്ടിരിക്കുന്ന മാതിരി കണ്ടിരിക്കാമെന്ന് വിചാരിക്കേ വേണ്ട. ടാസ്കുകൾ ഉണ്ടാവും. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഫീഡ്ബാക്ക് കിട്ടും. ആ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴാണ് നമുക്ക് തന്നെ മനസ്സിലാവുക ഇങ്ങനൊക്കെ ഒരു ഗുണം എന്നിൽ ഉണ്ടായിരുന്നെന്നും ഇതൊക്കെ ഞാൻ മാറ്റാനുണ്ടെന്നും ഇത് മാറ്റിയാൽ ഇതൊക്കെ സംഭവിക്കുമെന്നും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ മനസ്സിലാക്കും. ഓക്കെ, വേറെന്തെങ്കിലും ഉണ്ടോ? Any more doubts? Anybody? Okay, ma'am. Thank you very much. Thank you. നമ്മളെ ഗ്രൂപ്പിൽ ഇല്ലാത്തവര് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യാട്ടോ. എന്നാലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ സെഷൻസ് ഒക്കെ വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, on that note, shall we wind up? Okay, ma'am. Thank you so much for joining on a beautiful Sunday. Thank you. Thank you. Thank you.